നമസ്കാരം. ന്യൂസിലേക്ക് സ്വാഗതം. ആളും അരങ്ങും ഒഴിഞ്ഞു. ഒരു വിഷുക്കാലം കൂടി പോയി മറഞ്ഞപ്പോൾ ഉത്സവത്തിന്റെ ബാക്കി ശേഷിപ്പ് എന്ന രീതിയിൽ കുളത്തൂപ്പുഴ ടൗണിൽ നിന്നും അമ്പലക്കടവ് ഭാഗം വരെ റോഡിന് ഇരുവശവും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടിയിരുന്നു. ഉത്സവവുമായി ബന്ധപ്പെട്ട് ഈ ഭാഗത്ത് കച്ചവടം നടത്താനായി എത്തിയ വ്യാപാരികൾ ഉപേക്ഷിച്ചു പോയിട്ടുള്ളതാണ് ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക് മാലിന്യം ഉൾപ്പെടെയുള്ളത്. രാവിലെ 6 മണിയോടെ ക്ഷേത്ര ഉപദേശ സമിതി സെക്രട്ടറി അനിൽകുമാർ അമ്പാടി, അമ്പലം വാർഡ് മെമ്പർ അഞ്ജലി, ഡിവൈഎഫ്ഐ നേതാക്കളായ വിഷ്ണു, ശംഭു എന്നിവരുടെ ശ്രമഫലമായി ഈ ഭാഗത്തെ പ്ലാസ്റ്റിക്കുകൾ ഉൾപ്പെടെയുള്ള വേർതിരിച്ച് ചാക്കുകളിൽ കെട്ടി ഈ ഭാഗം വൃത്തിയാക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് സത്യത്തിൽ ഇന്ന് രാവിലെ കാണാൻ സാധിച്ചത്. കുളത്തൂപ്പുഴ ശ്രീ ബാലശാസ്ത്ര ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവം വളരെ ഭംഗിയായി പരിസമാപ്തിയായി. അടുത്തായിട്ട് നമ്മുടെ പരിസരം ഈ ഉത്സവ സംബന്ധിയായി അല്പസ്വല്പം മലിനമായ അവസ്ഥയായിരിക്കും. അത് സ്വാഭാവികമായിട്ട് വരുന്നതാണ്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് പരിസര ശുചീകരണം അനിവാര്യമായി വന്ന സ്ഥിതിക്ക് അത് 2-3 ദിവസമായിട്ട് നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ക്ഷേത്രത്തിൻ്റെ പരിസരം ഒരുവിധം വൃത്തിയാക്കി പുറത്ത് റോഡ് സൈഡിലുള്ള മാലിന്യങ്ങളാണ് ഇപ്പോൾ നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട വാർഡ് മെമ്പർ ഉൾപ്പെടെ മറ്റ് പലതരത്തിലും സഹായിക്കാൻ താല്പര്യമുള്ള മനസ്സുള്ളവർ കൂടെ ചേർന്ന് ഉപദേശ സമിതിയിൽ നിന്ന് അതിരാവിലെ തുടങ്ങിയത്. അതുകൊണ്ട് എല്ലാവരും എത്തിച്ചേർന്നില്ലെങ്കിലും പുതിയ സമിതിയിൽ നിന്ന് ഞാനുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കൂട്ടുകാർ എല്ലാവരും കൂടെ ചേർന്ന് നമ്മൾ പരമാവധി നമ്മളെക്കൊണ്ട് ചെയ്യാവുന്ന രീതിയിൽ അത് വൃത്തിയാക്കിയിട്ടുണ്ട്. നമസ്കാരം. മേടവിഷുവിനോട് അനുബന്ധിച്ച് നമ്മുടെ റോഡ് സൈഡിലെല്ലാം ഒത്തിരി മാലിന്യങ്ങൾ കൂനം കൂടി കിടക്കുകയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഉപദേശക സമിതി സെക്രട്ടറി അനിൽ സാറും ഡിവൈഎഫ്ഐ പ്രവർത്തകരായ വിഷ്ണു, ശംഭു പിന്നെ ഞാനും കൂടെ ചേർന്ന് അത് വൃത്തിയാക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുവിധം എല്ലാം ക്ലിയറാക്കിക്കൊണ്ട് വരുന്നുണ്ട്. മെയിൻ റോഡ് സൈഡ് ഒരുവിധം എല്ലാം ക്ലീനായി. ഞാൻ വേസ്റ്റ് എടുത്തുകൊണ്ട് പോകുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഒരുവിധം എല്ലാം വൃത്തിയായിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയായിരുന്നു ഉത്സവം കഴിഞ്ഞ ശേഷം ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി വന്നിരുന്നത്. ഇത്തവണ അതുണ്ടാവാത്ത സാഹചര്യത്തിലാണ് ഈ 4 പേരും കൂടി ഇത്തരത്തിലൊരു വലിയ മഹത്തായ പരിപാടിക്ക് തുടക്കം കുറിച്ചത്. എന്തായാലും ഇവരുടെ നല്ല മനസ്സിന് ഒരു നന്ദി അറിയിച്ചുകൊണ്ട് ന്യൂസിന് വേണ്ടി റിപ്പോർട്ടർ ശരത്ത്, കുളത്തൂപ്പുഴ.